ഇടയൻ, നല്ല ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യേശുവാണ്. നമ്മളുടെ ഉത്തരം വളരെ ശരിയുമാണ്. പഴയ നിയമത്തിൽ ദൈവം ഒരു രാജാവിനെ ഇടയൻ എന്ന് വിളിച്ചു. അത് മറ്റാരുമല്ല, പേർഷ്യൻ രാജാവായ കോരശിനെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. അപ്പോൾ ഹിതം നിവർത്തിക്കുവാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ വിളിക്കുന്നു ഇടയൻ എന്ന്. എന്താ ഇടയൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന അധ്യായം 2 ദിനവൃത്താന്തം അതിൻ്റെ അവസാന അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു, ദൈവം കോരശിൻ്റെ മനസ്സുണർത്തി. എന്തിനു വേണ്ടിയാണ് മനസ്സുണർത്തിയത്? അടിമകളായി ബാബിലോണിലായിരുന്ന ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിടുവിച്ച് സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുവാൻ അവരുടെ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ദേവാലയവും യെരൂശലേമുമെല്ലാം ഇടിച്ച് ചുട്ട് ചാമ്പലാക്കിയ നെബൂഖദ്നേസർ രാജാവിനാൽ പിടിക്കപ്പെട്ട ഈ ജനങ്ങളെ മടക്കി വരുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചയാളാണ് കോരശ് രാജാവ്. എന്തുകൊണ്ടാണ് കോരശിനെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ അവൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. കോരശ് രാജാവിനെ ദൈവം അഭിഷേകം ചെയ്തതായി പറയുന്നു. ജാതികളുടെ ഒരു രാജാവാണ്, പേർഷ്യൻ രാജാവാണ്. ആ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്തു. ഭൂമിയിൽ നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു വലിയ ശുശ്രൂഷ സ്റ്റേജിൽ നിന്ന് ചെയ്യുന്നത് മാത്രമല്ല ശുശ്രൂഷ എന്ന് നാം മനസ്സിലാക്കണം. നമ്മളുടെ ഓരോ ദിവസത്തെയും കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ശുശ്രൂഷയാണ്. ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നാം ഓരോരുത്തരും ചെയ്തെടുക്കുന്നു, പല വിധത്തിലും സഹിക്കുന്നു, പല വിധത്തിലും കാര്യങ്ങൾ ചെയ്യുവാൻ നാം ദീർഘക്ഷമയോടെ ക്ഷമിച്ചും പുറത്തും കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവം മനസ്സുണർത്തിയത് കൊണ്ടുമാണ് നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാം ആരും സങ്കടപ്പെട്ടു പോകരുത്. നമ്മൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരും മനസ്സുണർത്തിയവരുമാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. അടഞ്ഞുകിടക്കുന്ന ഓടാമ്പലുകളെല്ലാം ഇടിച്ചു കളഞ്ഞ് താമര വാതിലുകൾ തകർത്ത് കളഞ്ഞ് നമുക്കുള്ള വഴിയെ സുഗമമാക്കും. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ നിവർത്തിക്കുവാൻ. അപ്പോൾ അഭിഷേകം എല്ലായ്പ്പോഴും എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. അതിനാണ് നിങ്ങൾക്കും എനിക്കും അഭിഷേകം. അതല്ലാതെ വേറെന്തെങ്കിലും ചെയ്യുവാനല്ല, അല്ലെങ്കിൽ എല്ലാവരോടും പ്രസംഗിക്കുവാൻ മാത്രമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ, അവൻ നമുക്ക് മുമ്പായി കടന്നുപോയി നമ്മളിൽ ചെയ്തെടുക്കുവാനുള്ള പദ്ധതി ചെയ്തെടുക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നടന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തെടുക്കാം. നമ്മൾ ക്ഷീണിതരായിരിക്കാം, ഭാരമുള്ളവരായിരിക്കാം, പക്ഷെ എല്ലാം മാറ്റി നമ്മളെ നടത്തി അന്ത്യം വരെ ചുമക്കുന്നവൻ, അവൻ്റെ കരങ്ങളിൽ നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.